ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീയുടെ 13ാമത് ദേശീയ സരസ് മേളയിൽ 1000-ലധികം സംരംഭകരുടെയും ഒഫീഷ്യൽസിന്റെയും വളണ്ടിയർമാരുടെയും യാത്രാ താമസ സൗകര്യങ്ങൾ കാര്യക്ഷമമായി ക്രമീകരിച്ച് ട്രാൻസ്പോർട്ടിംഗ് കമ്മിറ്റി മാതൃകപരമായ പ്രവർത്തനം കാഴ്ചവെച്ചു. മേളയുടെ നടത്തിപ്പിന് നിർണായകമായ ഗതാഗത താമസ ക്രമീകരണങ്ങൾക്കായി 30ഓളം വാഹനങ്ങളും 5 പ്രത്യേക വാഹനങ്ങളും ഏർപ്പെടുത്തി. 950 സംരംഭകരെയും ഏകദേശം 100 ഒഫീഷ്യൽസിനെയും ഉൾപ്പെടുത്തി 1050 പേർക്ക് യാത്രാ താമസ സൗകര്യമാണ് കമ്മിറ്റി ഒരുക്കിയതെന്ന് വർക്കിംഗ് കൺവീനർ കെ ആലിയാർ പറഞ്ഞു. നമ്മളെ തൃത്താലയിൽ വെച്ച് ഈ സരസ് മേള സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 1000ഓളം പേർക്കുള്ള അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഒരുക്കുന്നതായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള മേഖല എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു. കാരണം ഈ അക്കോമഡേഷൻ കൊടുക്കുന്ന ഏരിയകൾ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ എടപ്പാള്, പിന്നെ അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം, ഗുരുവായൂർ, പിന്നെ പട്ടാമ്പി, അതുപോലെ നമുക്ക് കുമ്പിടി, വെള്ളിയാങ്കല്ല് ഈ സ്ഥലങ്ങളാണ് നമുക്ക് അക്കോമഡേഷന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. കാരണം 950 പിന്നെ സംരംഭകരും ഉദ്യോഗസ്ഥരടക്കമായിട്ട് ഒരു ജസ്റ്റ് എല്ലാം കൂടി ചേർത്ത് നമുക്ക് 1050ഓളം പേർക്ക് അക്കോമഡേഷൻ കൊടുക്കേണ്ടത്. പൊതുവെ മുൻകാലങ്ങൾ കഴിഞ്ഞ സരസ് മേള എടപ്പാള് സിറ്റിയിലാണ് താമസം കൊടുക്കുന്നത്. അവിടെ ഏകദേശം നമ്മുടെ 600 പേർക്കാണ് അവിടെ താമസം കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ പേര് താമസിക്കുന്നത് എടപ്പാളാണ്. അതേപോലെ കുന്നംകുളം, ഗുരുവായൂർ ഏരിയയിലൊക്കെ ഈ ശബരിമല സീസണൊക്കെ അതിന്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ തിരക്കൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ടീമിന്റെ ഒക്കെ ഒരു സപ്പോർട്ടോടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, നല്ല നിലയിൽ മാനേജ് ചെയ്ത് പോകാൻ കഴിഞ്ഞു. അപ്പോൾ വളരെ കുറ്റമറ്റ രീതിയിൽ തന്നെ ഈ മേഖല, ഈ സരസ് മേളയുടെ വിജയത്തിന്റെ ഒരു ഘടകം ട്രാൻസ്പോർട്ടേഷനാണ്. അത് ഈ സംരംഭകർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഈ 10 ദിവസം മേള നടക്കുമ്പോൾ ഇതിനകത്തുള്ള VIPs ഒഫീഷ്യൽസ് ഉണ്ട്, പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗസ്റ്റുകൾ വരുന്നുണ്ട്, നമ്മുടെ സെമിനാറുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗസ്റ്റുകൾ വരുന്നുണ്ട്, പിന്നെ തൃത്താലയിലെ പ്രാദേശിക കലാകാരന്മാര് നമ്മൾ ആദരിക്കുന്നവരും, ഇവർക്കൊക്കെ വേണ്ടുന്ന വാഹന ഫെസിലിറ്റികളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ചുമതല നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കമ്മിറ്റിയുടെ ആയിരുന്നു. അതെല്ലാവരെയും ഓരോ പ്രോഗ്രാം നടക്കുന്ന വേദികളിലാണെങ്കിലും അവരെ കൃത്യമായിട്ട് നമ്മൾ ആ സമയം മുതൽ ഇവർ തന്നെ കൃത്യമായിട്ട് റൂട്ട് പഠിപ്പിച്ചു കൊടുത്ത് കൃത്യമായിട്ട് ഓരോ വാഹനങ്ങളും പോകുന്ന സ്ഥലത്തേക്കുള്ള റൂട്ട് മാപ്പ് തയ്യാറാക്കി ആ വാഹനത്തിന് കൃത്യമായ നമ്പറുകൾ കൊടുത്തു. അതിന് വേണ്ട ആ ലൊക്കേഷൻ സ്കെച്ച് എല്ലാം നമ്മൾ ആ ബസ്സിൽ ഡിസ്പ്ലേ ചെയ്ത് കോർഡിനേറ്റ് കഴിഞ്ഞാൽ സ്വയം സംരംഭകരെ കയറി പോകേണ്ട തരത്തിൽ നമ്മളെല്ലാ വാഹനങ്ങളൊക്കെ കൃത്യമായിട്ട് ക്രമീകരിച്ചു. ഈ 4 പേര് ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു ട്രാൻസ്പോർട്ട് സംഘടക സമിതി? അല്ല, ഞങ്ങളൊക്കെ മിഷന്റെ ഭാഗമായിട്ട്, ഞാൻ ഇപ്പോൾ 10 വർഷത്തോളം മിഷന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലായി വിവിധ കേന്ദ്രങ്ങളിലാണ് താമസം ക്രമീകരിച്ചത്. മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ മാത്രം 600 പേർക്ക് താമസ സൗകര്യം ഒരുക്കി. തൃശൂർ ജില്ലയിലെ കുന്നംകുളം, ഗുരുവായൂർ മേഖലകളിലും പട്ടാമ്പി ജില്ലയിലെ പട്ടാമ്പി, കുമ്പിടി, വെള്ളിയാങ്കൽ പ്രദേശങ്ങളിലുമായി മറ്റുള്ളവർക്കും താമസം ഏർപ്പെടുത്തി. ദൂരം, യാത്രാ സമയം, ഗതാഗത സൗകര്യങ്ങൾ എന്നിവ പരിഗണിച്ചാണ് താമസ കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്തത്. മേളയുടെ വേദിയിലേക്ക് രാവിലെയും യാത്രയും തടസ്സമില്ലാതെ നടക്കുന്നതിനായി സമയക്രമവും റൂട്ടും കൃത്യമായി ആസൂത്രണം ചെയ്തു. ട്രാൻസ്പോർട്ടിംഗ് സബ് കമ്മിറ്റി ചെയർമാൻ MK പ്രദീപ്, കൺവീനർ KK ചന്ദ്രദാസ്, വർക്കിംഗ് കമ്മിറ്റി കൺവീനർമാരായ K ആലിയാർ, രാഹുൽ K, NA ദിവ്യ, P നീതു എന്നിവരുടെ നേതൃത്വത്തിൽ 30 അംഗങ്ങളടങ്ങുന്ന കമ്മിറ്റിയുടെ ജാഗ്രതയോടുള്ള പ്രവർത്തനങ്ങളാണ് സുഗമമായ യാത്രയ്ക്ക് പിന്നിലുള്ളത്. സമയത്തുണ്ടായിരുന്നു പ്രതിവേട്ടനാണെങ്കിൽ പോലും 24 മണിക്കൂർ അദ്ദേഹം നമ്മുടെ കമ്മിറ്റിയുടെ കൂടെ തന്നെ എല്ലാ വേണ്ട അസിസ്റ്റൻസും കാര്യങ്ങളും നിർദ്ദേശങ്ങളും തന്നിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോ വീഡിയോയിലെ ചന്ദ്രദാസ് സാറും ഫുൾ ടൈം ഇവിടെ ഉണ്ട്. ദേശീയതല പരിപാടിയുടെ ഗൗരവത്തിനൊത്ത രീതിയിൽ നടത്തിയ കാര്യക്ഷമമായ ക്രമീകരണങ്ങൾ സരസ് മേളയുടെ വിജയത്തിന് വലിയ പിന്തുണയായി.